വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കണ്ണൂർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം 100-ൽ നിന്നും 300 രൂപയായി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക. അനുബന്ധ തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം പ്രതിമാസം 20 രൂപയിൽ നിന്നും 50 രൂപയായി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക. വള്ളങ്ങളുടെ വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീ, റിന്യൂവൽ ഫീ, ക്ഷേമനിധി വിഹിതം എന്നിവ പിൻവലിക്കുക. മണ്ണെണ്ണ സബ്സിഡിയും മണ്ണെണ്ണ ക്വാട്ടയും വർദ്ധിപ്പിക്കുക. അശാസ്ത്രീയമായതും തീരദേശ നിവാസികളെ സാരമായി ബാധിക്കുന്നതുമായ തീരദേശ ഹൈവേ പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കണ്ണൂർ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പ്രളയകാലഘട്ടത്തിലും മറ്റെല്ലാ ദുരന്തമുഖങ്ങളിലും കേരളത്തിന്റെ സൈന്യമായി വിശേഷിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും തീരദേശ മേഖലയെയും സർക്കാർ വഞ്ചിക്കുകയും ശത്രുക്കളായി കാണുകയുമാണ് ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മാർട്ടിൻ ജോർജ് പറഞ്ഞു. 8 വർഷമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ എല്ലാ വിധത്തിലും പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എല്ലാ രംഗത്തും മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അംശാദായം കൊടുക്കുന്നത് പെൻഷൻ 100 രൂപയിൽ നിന്നും 300 രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 100 രൂപയിൽ നിന്നും 300 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ എത്ര വരുമാനമുള്ളവരാണ് എന്നുള്ളത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് AT നിശാന്ത് അധ്യക്ഷത വഹിച്ചു. INTUC ദേശീയ സെക്രട്ടറി ഡോക്ടർ ജോർജ് പ്ലാത്തോട്ടം, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P പ്രഭാകരൻ, DCC ജനറൽ സെക്രട്ടറി T ജയകൃഷ്ണൻ, T ദാമോദരൻ, രാഹുൽ കായക്കുൽ, അനസ് ചാലിൽ, പാറയിൽ രാജൻ, K രതീശൻ, ഷൈജുദാസ് നീർക്കടവ്, CH ഇന്ദ്രപാലൻ, ഷിബു സത്യൻ കുഞ്ഞിമംഗലം, KP പുഷ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു.